Hi friends, welcome to Anju's Cooking World. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റൂ തയ്യാറാക്കാം. വെജിറ്റബിളിനൊന്നും ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഇഷ്ടു നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഇഷ്ടു തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടത്തരം 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി കഴുകിയ ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വെന്ത് വരാനുള്ള വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് പേസ്റ്റ് പോലെ ആക്കി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, തേങ്ങ ഇങ്ങനെ അരച്ച് ചേർക്കുക ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറത്തെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കത് ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറിക്ക് കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫ്ലെയിം കത്തിച്ച ശേഷം അതിലേക്ക് നമ്മുടെ ആ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് തിള വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് സെർവ് ചെയ്താൽ മതിയാവും. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇഷ്ടു തയ്യാറായിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.